അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. കരുമാലൂരിൽ നിന്നും വന്ന ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. കരുമാലൂർ വലിയ പറമ്പിൽ ആഷിഖിൻ്റെ ഭാര്യ തൻസീല 27 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ടതല്ല, മരിച്ചതാണ്. കുടുംബ പ്രശ്നം കാരണം പോയി മരിച്ചു. 27 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും ഓർക്കാതെ ആ ഉമ്മ മരിച്ചു കളഞ്ഞു. എല്ലാത്തിനും കാരണം പ്രശ്നം തന്നെയാണ്. എന്താണ് മരിക്കാനുള്ള പ്രശ്നം? ആർക്കാണ് ഇവിടെ പ്രശ്നങ്ങളില്ലാത്തത്? ആർക്കാണ് ഇവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തത്? ആരും ഇവിടെ 100% ക്ലിയർ അല്ല. ജീവിതത്തിൽ എല്ലാവരും പ്രയാസങ്ങളോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണമുള്ളവർക്ക് പണമുള്ളതിൻ്റെ വിഷമം, ആ പണവും വെച്ച് ഞാൻ എങ്ങനെ മരിക്കാനാ എന്നുള്ള വിഷമം. പണമില്ലാത്തവർക്കാണെങ്കിൽ ഇല്ലാത്തതിൻ്റെ പ്രയാസം, മരിക്കുന്നത് വരെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രയാസം, വിഷമം. ഇവർ 2 പേരുടെ ഇടയിലുമുള്ളത് വിഷമം തന്നെയാണ്, പ്രയാസം തന്നെയാണ്. അങ്ങനെയുള്ളവരൊക്കെ മരിക്കാൻ തുനിഞ്ഞാൽ എന്താ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്നത് പാപമാണ്, കടുത്ത ഹറാമാണ്. അതിന് പടച്ച റബ്ബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും, ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിച്ചവർക്കും. പടച്ച റബ്ബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില സങ്കടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ കരുതും ഇപ്പോൾ നമുക്ക് മരിച്ചു കളയാമെന്ന്. പക്ഷെ അരുത്. നമുക്ക് തോന്നും ഇപ്പോൾ നമുക്ക് മരിച്ചു കളയാമെന്ന് തോന്നിപ്പോകും. അത് എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കണം. മരിച്ചു കളയാമെന്ന് തോന്നുന്ന ആ ഒരു സമയത്തെ നമ്മൾ അതിജീവിക്കണം. ഒന്ന് അതിജീവിച്ച് നോക്കണം. ആ ഒരു സമയവും ദിവസവും നമുക്ക് കടന്നു പോകും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, നമ്മൾ അന്ന് അത് ചെയ്തിരുന്നുവെങ്കിൽ വലിയൊരു പൊട്ടത്തരമായി പോയനെ എന്ന്. അത്രയേ ഉള്ളൂ ആത്മഹത്യ എന്ന് പറയുന്നത്. അരുത്, അതിനെ നമ്മൾ അതിജീവിക്കുക. ഈ തൻസീല എന്ന് പറയുന്ന ഈ ഒരു കുട്ടി, 3 വയസ്സുള്ള മകളുണ്ട്. ആ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ, ആ മോളെയും വെച്ച് ഈ ഒരു ഉമ്മ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അതിനെയാണ് ഞാൻ അതിജീവിക്കണമെന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ മരിക്കാൻ തുനിഞ്ഞ് ആ ഒരു പ്രശ്നത്തെ അതിജീവിച്ചു കൊണ്ടായിക്കൂടെ നമ്മുടെ മരണം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുട്ടി പാവമായതുകൊണ്ടാണ് ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിയത്. ജീവിതത്തിൽ തോറ്റുപോയവരാണ് ഇവരൊക്കെ. നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. ജീവിതത്തിൽ ജയിക്കുമ്പോഴാണ് നമ്മൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ജയിക്കുന്നത്. പ്രശ്നങ്ങളെ അതിജീവിച്ച്, വിഷമങ്ങളും പ്രയാസങ്ങളെയും അതിജീവിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെയാണ് നമ്മൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ജയിക്കുന്നത്. പാപം എന്ന് പറയാൻ കാരണം പ്രതികരണശേഷി ഇല്ലാത്തവരാണ് ഇതുപോലെ ജീവിതത്തിൽ തോറ്റു കൊടുക്കുന്നത്, മരിച്ചുകൊണ്ട്. എന്നുവെച്ചാൽ അവർക്ക് പ്രതികരണശേഷിയില്ല, പേടിയാണ്, എന്തിനോടും ഭയമാണ്. ആ ഭയത്തെ നേരിടാൻ അവരെ തന്നെ ഇല്ലാതാക്കുകയാണ്. ചിലർ മറ്റുള്ളവരോടുള്ള വാശിക്ക് ചെയ്യുന്നവരുണ്ട്. വാശിയും വൈരാഗ്യവും ഒക്കെ തീർക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? എന്ത് പ്രശ്നമായിക്കോട്ടെ, കുടുംബ പ്രശ്നമായിക്കോട്ടെ, പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെടുന്നത് ഒന്നും അറിയാത്ത പാവം നമ്മുടെ മക്കളാണ്. അവരോടാണ് നമ്മൾ ഈ ഒരു ചതി കാണിക്കുന്നത്. അവരൊന്നും അറിയാത്ത പാവം നമ്മുടെ മക്കളാണ്. അവർ നമ്മുടെ ഇടയിൽ വലിഞ്ഞു കയറി വന്നതല്ല, നമ്മുടെ ഇടയിൽ വന്ന് പെട്ടുപോയതാണ്. നമ്മളെ വിശ്വസിച്ച്, നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർ. അവരോടാണ് നമ്മൾ ഈ ഒരു ചതി ചെയ്യുന്നത്. ഒന്നുമില്ല, അവരെ ഒന്ന് ഓർത്താൽ മതി, അവരുടെ ആ മുഖം. ഓരോ മാതാപിതാക്കളും ഇവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്ന് ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവരുടെയൊക്കെ ജീവനും ജീവിതവും അവരുടെ മക്കളാണ്. സ്വന്തം ഗർഭപാത്രം വരെ വിറ്റ് മക്കളെ പോറ്റുന്ന എത്ര അമ്മമാരുണ്ട്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് കുടുംബ പ്രശ്നം കാരണമാണത്രേ. ആ കുട്ടി പേടി കാരണം മരണത്തിന് കീഴടങ്ങി. ജീവിതത്തോടുള്ള പേടി, ജീവിതത്തോടുള്ള ഭയം, ആ ഒരു ഭയം കാരണമാണ് ഇങ്ങനെയുള്ളവർ, പാപം പോലുള്ളവർ, പ്രതികരണശേഷിയില്ലാത്തവർ, അവരെ തോൽപ്പിക്കുന്നത് അവരിങ്ങനെയായിരിക്കും, അവരുടെ മരണത്തിലൂടെ. ജീവിച്ചുകൊണ്ട് അവർക്ക് തോൽപ്പിക്കാനുള്ള ആ ഒരു ശക്തിയും ധൈര്യവും അവർക്കില്ല. അതില്ലാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ മരിച്ച് പക വീട്ടുന്നത്. ഇതുപോലുള്ള മരണത്തിന് കുറച്ചൊക്കെ നമ്മളൊക്കെ കാരണക്കാരാവുകയാണ്. നമ്മൾ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, അവരുടെ മാതാപിതാക്കൾ, ഇവരൊക്കെ കാരണക്കാരാവുകയാണ്. അതെങ്ങനെ? നമ്മൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാൻ ശ്രമിക്കുന്നില്ല. അവരാണെങ്കിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരവസ്ഥയിലുമല്ല. അപ്പോൾ നമ്മൾ അവരെ അറിയാൻ ശ്രമിക്കുക. അതിനൊരു പരിഹാരം എന്ന നിലയിൽ അവർക്കുള്ള നിർദ്ദേശങ്ങളോ
അവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറ്റും, സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കാം. ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ആലുവ മണപ്പുറം പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് ചാടിയാണ് ഈ ഒരു 27-കാരി തൻസീല മരിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെയായിരുന്നു അത്ര സംഭവം. മണപ്പുറത്തേക്കുള്ള നടപ്പാതയിലെത്തിയ തൻസീല അവിടെ വെച്ച് ഭർത്താവിനെ വിളിക്കുകയാണ്. ഭർത്താവിനെ വിളിച്ച ശേഷമാണ് പുഴയിലേക്ക് ചാടിയതെന്ന് അവിടെ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പോലീസും ഫയർഫോഴ്സും അവിടെ എത്തിയിരുന്നു. 20 മീറ്ററോളം നീണ്ട തിരച്ചിലിനൊടുവിൽ പാലത്തിൽ നിന്നും 40 കിലോമീറ്ററോളം അകലെ നിന്നാണ് തൻസീലയുടെ മയ്യത്ത് കിട്ടുന്നത്. ഈ കുട്ടിയുടെ മരണകാരണം അന്വേഷിച്ചപ്പോൾ കുടുംബ പ്രശ്നമാണ് തൻസീലയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് പ്രാഥമിക നിഗമനമായി പോലീസ് പറയുന്നു. മയ്യത്ത് നിലവിൽ ആലുവ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മേൽ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തീർന്നു, അതിനോടുകൂടി എല്ലാം അവസാനിച്ചു. ആ കുട്ടിയുടെ പേടിയും ഭയവും പ്രശ്നങ്ങളും ദേഷ്യവും പിണക്കവും ഒക്കെ മരണത്തിലൂടെ അവസാനിക്കുകയാണ്. പിന്നെ വീണ്ടും ഇങ്ങനെ തുടങ്ങിയാണ് മറ്റൊരാളിലൂടെ. അതുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചതും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതും. ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കുക. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പറയാത്തവരോട് അറിഞ്ഞു മനസ്സിലാക്കുക, എന്നിട്ട് പെരുമാറുക. കെട്ടിച്ചയച്ച ചില മക്കൾ എന്ത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാലും ചില മക്കൾ ഒന്നും പറയില്ല. അതൊക്കെ സഹിച്ചും പുറത്തും ഇങ്ങനെ ജീവിച്ചങ്ങനെ പോകും. അവസാനം സഹികെട്ട് പ്രതികരണശേഷിയില്ലാത്ത മക്കളാകുമ്പോൾ ഇതുപോലെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഇടയ്ക്കൊക്കെ പോയി അന്വേഷിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരോട് അടുത്തിടപഴകുമ്പോഴാണ് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മക്കളെ പറഞ്ഞു വിട്ടതോടുകൂടി നമ്മുടെ ബാധ്യത അവിടെ തീർന്നു എന്ന് കരുതി ആരും കൈമലർത്തരുത്. നമ്മൾ നൊന്ത് പ്രസവിച്ച് ലാളിച്ച് കൊഞ്ചിച്ച നമ്മുടെ മക്കളാണ്. ഒരാളുടെ കൂടെ പറഞ്ഞയച്ചു എന്ന് വെച്ച് എല്ലാം തീർന്നു എന്ന് നമ്മൾ അവിടെ കരുതരുത്. നമ്മുടെ ആ ഒരു സ്നേഹബന്ധം, നമ്മുടെ ആ ഒരു രക്തബന്ധം നമ്മൾ എന്നും നിലനിർത്തണം. നമ്മുടെ ബാധ്യതയാണ് ഒന്നും അറിയാത്ത നമ്മുടെ മക്കളെ നല്ലൊരിടത്ത് ഏൽപ്പിക്കുക, നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക. മക്കളെ സ്വാലിഹത്തായി വളർത്തി നല്ല സ്വാലിഹായി അവർക്ക് തന്നെ പിടിച്ചേൽപ്പിക്കുക. പടച്ചറബിനെ ഭയമുള്ളവരാരും ഇതുപോലെ ചെയ്യില്ല പ്രിയപ്പെട്ടവരെ. പടച്ചറബിനെ ഓർത്തെങ്കിലും പടച്ചറബിനെ ഭയന്നെങ്കിലും എല്ലാം നമ്മൾ അതിജീവിച്ച് ജീവിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. മരണപ്പെടേണ്ടവർ മരണപ്പെട്ടു, അവർ പോയിരിക്കുന്നത് പടച്ചറബിലേക്കാണ്. നമുക്കിനി അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് മഅഫിറത്തിന് വേണ്ടി ചോദിക്കുക. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, തൻസീല എന്ന ഈ പാപം മോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ചറബ്ബേ, ആ പൊന്നുമോൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ, ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ. പടച്ചറബ്ബേ, ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞുണ്ട് റബ്ബേ. ആ പൊന്നുമോളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ഉമ്മയില്ലാത്ത വിഷമം ആ മോളെ നീ അറിയിക്കല്ലേ റബ്ബേ. ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. മരണപ്പെട്ടവരാണ്, ആരും മുഷിപ്പും വെറുപ്പും ഒന്നും തോന്നരുത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറ്റം നമുക്കാണ്. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.